വേനലിൽ പൊള്ളാതെ പെയ്തു നീ ചെയ്യാതെ കമ്പിളി പോലെ നിന്നെ പുണരാം. ഇവൾക്ക് ഫാൻസ് ആണോ? പുറത്തോ ഞാൻ ചെന്നിട്ട് പാടാന്ന് പറയും, പാട്ട് യൂട്യൂബിൽ നോക്കും. പിന്നെ ഈ ഹമ്മിങ് എന്തായാലും ഞാൻ പാടിയ കുളവെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ ഇതാണ് പ്ലാനിങ് ചെയ്തത്. പൂവമ്മനെ ഒളിച്ചു വെച്ചൊരു കരിമ്പു വിളക്കപ്പടുത്തലവാ വാളെടുത്തു വീശല ഞാനത് മുരിക്കും പൂവാക്കും. അപ്പൊ ഇതുവരെ കുഞ്ഞൊന്നും പാടിയിട്ടില്ലായിരുന്നു സ്കൂളില്? ഈ റീൽസ് ആണോ നിങ്ങൾക്ക് ഫസ്റ്റ് വഴി തന്നെ? ഈ കമന്റിനകത്ത് പെങ്ങന്മാരാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മാമനും മക്കളും ഞാനും അതാ വിചാരിച്ചത്. ഞങ്ങൾ പിന്നെ അങ്ങനെ തന്നെയാണ്. ഫുൾ ടൈം ഒരു വടെ ചിലപ്പോൾ ഞാൻ അവിടെ ഇരിക്കും, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു ചെല്ലും. ആളെ കിട്ടും. ആളെന്തേലും സാധനങ്ങൾ കണ്ട് അങ്ങോട്ട് പോകും. പൂവ് ഞാൻ പൂ എടുത്തിട്ട് വരാനാണ്ട് പോകും. ഞാൻ മുല്ലപ്പൂ എടുക്കാൻ അവിടേക്ക് പോകും. അഞ്ച് ഫോണിയാളെ കയ്യിലേക്ക് ഷോർട്സ് ഇങ്ങനെ. അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ്, അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ്. വേനലിൽ പൊള്ളാതെ പെയ്തു നീ ചെയ്യാതെ കമ്പിളി പോലെ നിന്നെ പുണരാം. ഞാൻ നിന്നുടെ മാറത്തു മെല്ലെ വേരുകളാഴ്ത്തിടാം. ഹരിത പർവതാനിയാകാം. ഓക്കെ, സൂപ്പറായി. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് കിട്ടിയേക്കുന്നത് ഈ വൈറലായിട്ടുള്ള 2 പേരും കൂടെ സിദ്ധാർത്ഥമാണ്. എനിക്ക് ഇവരുടെ 2 പേരുടെ പേരറിയില്ല. ഞാനിവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവര് തൊട്ട് അയൽവക്കത്തെ കുട്ടികളാണത്. ഞാനോർത്ത് സിദ്ധാർത്ഥിന്റെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ അങ്ങനെ അനീതിമാരോ ആണെന്നായിരുന്നു വിചാരിച്ചത്. കണ്ണു മിഴിയണ്ട. ഹാപ്പി അല്ലേ? പേരെങ്ങനെയാ? ആത്മിക. എത്രയില് പഠിക്കുന്നെന്ന് പറഞ്ഞാ? 3-ല്. അനന്യ 5-ല് അല്ലേ? നിങ്ങൾ ഈ പാട്ട് പാടി വൈറലായ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? എങ്ങനെയാ അറിഞ്ഞേ? ഓ പൊന്നെ കേക്കണം, 5ാം ക്ലാസ്സിൽ ഇൻസ്റ്റ ഒക്കെ പോരട്ടെ. ഇപ്പോഴും നോക്കാൻ അറിയില്ല, മൊബൈൽ ഫോൺ നോക്കാൻ അറിയത്തില്ല. പോരട്ടെ. എന്നിട്ട് അത് കമന്റ്സ് ഒക്കെ വായിച്ചാ? എന്നെ കമന്റ്സ് എന്നാ കുഞ്ഞാവേ പറഞ്ഞേ? ഓർത്തെടുക്കാൻ പാടുണ്ടോ? ഉഗ്രനായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് മാത്രമേ കണ്ടുള്ളൂ. ഇവൾക്ക് ഫാൻസ് ആണോ? പുറത്തോ ആണോ? ഫാൻസ് ഒക്കെ ഉണ്ടോ? ശരിടാ, 3-ാം ക്ലാസ്സില്. എന്റെ പൊന്നെ ഫാൻസ് ഒക്കെ. അതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര മേക്കപ്പ് ഒക്കെ ഇട്ടിങ്ങനെ ഒറ്റയ്ക്ക് ഭയങ്കര സെറ്റൊക്കെ ആയിട്ടായിരിക്കുന്നത്. അതെ, വേറൊരു പാട്ട് പാടിത്തരാവോ? എന്താ ആലോചിക്കുന്നേ? ചമ്മലാണോ? അച്ഛനും അമ്മയൊക്കെ നിൽക്കുന്നോണ്ടാണോ? പിന്നെന്താ? എന്നെ കണ്ടിട്ടാണോ? പിന്നെന്താ? പാട്ട് പഠിക്കുന്നുണ്ടോ? അവളാണോ പഠിക്കുന്നത്? ആഹാ, അവള് പഠിക്കുന്നോണ്ടാണോ കുഞ്ഞിനെ അപ്പൊ പഠിപ്പിക്കാൻ വിടുന്നില്ലേ ഇവര്? ഞാൻ അച്ഛനോട് അമ്മയോട് ചോദിക്കണം എന്താ വിടാത്തേന്ന്. ചോദിക്കണം അല്ലേ? കൊച്ചിന് പാട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടല്ലേ? കുഞ്ഞിന് പാട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എന്നിട്ട് എന്താ വിടാത്തെ? വലുതായെന്ന് പറയാം. എനിക്കിപ്പോ ഫാൻസ് ഒക്കെ ഉണ്ട്. എന്റെ ഫാൻസുകാർ ഭയങ്കര ചിരി. ഫാൻസുകാരൊക്കെ നിർബന്ധിക്കുമെന്ന് പറ. കൊച്ചു പറയാൻ ഭയങ്കര ഡിലേ. ആലോചിച്ച് വെക്കണേ കേട്ടോ. ഞാൻ സിദ്ധാർത്ഥനോട് സംസാരിക്കാം. സിദ്ധാർത്ഥേ, നിങ്ങള് ആ ഒരു പാട്ട് ഞാനും കണ്ടിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. അതെങ്ങനെ നിങ്ങള് പെട്ടെന്ന് ഇവര് 2 പേരും പാട്ട് പാടുമെന്ന് ഓർത്തിട്ട് നിങ്ങൾ റീൽ എടുത്താണോ അതോ ചുമ്മാ ഒരു എങ്ങനെയായിരുന്നു നിങ്ങൾ? ഇവരെ കസിൻസിന്റെ റീൽസ് ചെയ്യലുണ്ട്. കസിൻസ് എല്ലായിട്ട് പാടും. അപ്പൊ ഞാൻ അവിടേക്ക് പോകുമ്പോ ഇവര് പാടുന്ന എനിക്കറിയാം. പാടും, ഇവിടെ ഡാൻസ് കളിക്കാൻ പാടൊക്കെ ചെയ്യും. അപ്പൊ ഒരു ദിവസം ഞാൻ അവിടേക്ക് ഇവരെ കസിന് പാട്ട് പാടാൻ വിളിക്കാൻ ചെന്നതാ. അപ്പൊ ഇവരവിടെ നിന്ന് ഈ പാട്ട് പാടുന്നുണ്ട് വാഴയത്തെ. അപ്പൊ അവരെ നൈസായിട്ട് ബുക്ക് ചെയ്യാം. ഓ, എങ്ങനെ ഞാൻ പറഞ്ഞേ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു സിദ്ധാർത്ഥിന് മാത്രം സൂം ചെയ്യാം. അപ്പൊ എനിക്ക് ഒരു വാക്കേ പറയുള്ളൂ. എന്താടാ വാക്ക്? നീ. ഞാൻ പാടട്ടെ നീന്ന്? ബാക്കി നിങ്ങൾ പാടുവോ? എനിക്കറിയില്ല പാടാൻ. എങ്കിലും ബാക്കി എന്റെ കൂടെ സിദ്ധാർത്ഥം കൂടും. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. അപ്പൊ ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ പോകുന്നത് നോക്കാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. കമ്പിളി പോലെ നിന്നെ പുണരാം. ഞാൻ നിന്നുടെ മാറത്തു മെല്ലെ വേരുകളാഴ്ത്തിടാം. ഹരിത
പരവതാനിയാകാം. എനിക്കറിയില്ല കേട്ടോ, പക്ഷെ നന്നായിട്ട് നിങ്ങൾ പാടിയിട്ടുണ്ട്. നിങ്ങൾ അടുത്തിടെ പാടിയ വേറൊരു പാട്ടുണ്ടായിരുന്നല്ലോ. ആ അതും എനിക്കറിയാം, രണ്ടുപേരും അറിയാം. അപ്പൊ തുടങ്ങിയാലോ? ആ ഫസ്റ്റ് നിങ്ങളാ? ഓ റീൽസ് അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ. മഞ്ഞു മഞ്ചാടി പൂപ്പുക്കും തൊടിയും പുള്ളിപ്പൂവാലി പൈക്കട്ടൻ കൂറുമ്പും തുള്ളും കുഞ്ഞാടിൻ കൂട്ടവും പൂമീനും പൊന്മാനും പൂങ്കുയിൽ പാടും പാട്ടും. മഞ്ഞും മഞ്ചാടി പൂപ്പുക്കും തൊടിയും പുള്ളിപ്പൂവാലി പൈക്കട്ടൻ കൂറുമ്പും തുള്ളും കുഞ്ഞാടിൻ കൂട്ടവും പൂമീനും പൊന്മാരും പൂങ്കുയിൽ പാടും പാട്ടും. കുഞ്ഞപ്രാവുകൾ മേയും ഇലഞ്ഞിക്കാവും പാൽമരം പെയ്യും ഈളം തളമ്പും നാണം തുളുമ്പും നിൻ പുഞ്ചിരിയും തുള്ളിത്തുളുമ്പു പള്ളി മണിയും ഉള്ളിനുള്ളിൽ കൗതുകമായി ഓരോ നാളും ഉത്സവമായി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി കേട്ടോ. ആ കാര്യം അതെനിക്ക് അയ്യോ അത് ഭയങ്കര രസമുണ്ടായിരുന്നു. ആ അങ്ങനെ വേണം നമ്മൾക്കൊരു എന്താ പറയുക, അത് സ്റ്റാൻഡ് ചെയ്യണം. നമ്മൾ നിലത്ത് വന്ന് മുട്ടി നമ്മളത് സെറ്റ് ചെയ്യണം. ഇത് പാടിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല, പക്ഷെ അത് ഇങ്ങനെയാണ് ലാൻഡ് ചെയ്യണം. അങ്ങനെയാണ് പാട്ട് വന്ന് ലാൻഡ് ചെയ്യണം. ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പാട്ട് ചേച്ചി പഠിക്കാൻ പോകുമ്പോഴത്തേക്കും കുഞ്ഞാവേനെ പഠിപ്പിക്കാറുണ്ടോ പാട്ട്? ഞാന് അമ്മേനൊപ്പം പോവലുണ്ട്. പോലുണ്ട്. കാണാൻ പോകുന്നതാണോ? ചേച്ചിനെ വിളിക്കാൻ പോകുന്നതാണോ? കാണാൻ പോയി. കാണാൻ പോലുണ്ട്. ചേച്ചി എന്നതിനാ പാട്ട് പഠിക്കുന്നേ? പാട്ട് പഠിക്കും. ആ സംഗീതം. അങ്ങാടിപ്പുറത്ത് പഠിക്കണം. ആ എന്ത് മ്യൂസിക്കാണ്? കർണാട്ടിക്? ശാസ്ത്രീയ സംഗീതം. ആ ശാസ്ത്രീയ സംഗീതം. ഓക്കെ. സിദ്ധാർത്ഥെ, ഇപ്പൊ അന്ന് ആദ്യം ആ റീലെടുത്ത് ഇപ്പൊ ഇവർ രണ്ടുപേരും ഇങ്ങനെ കോമ്പിനേഷൻ ഇട്ടിട്ടുള്ള ഇവർ നന്നായിട്ട് കോമ്പിനേഷനിൽ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് കോമ്പിനേഷൻ വർക്കൗട്ട് ആക്കാന്നൊരു പ്ലാൻ വന്നത്? മീൻസ് നമ്മൾ ഈ ഇവര് ഒന്നാമത്തെ ഇളയ ആളാണ്, ആൾക്ക് അതിന്റെ ഒരു ഇതിലേക്ക് വരണം. ആൾക്ക് പക്ഷെ നല്ല ഇതുണ്ട്, പെട്ടെന്ന് പഠിക്കുകയാണ്, ഗ്രാസ്പിംഗ് കപ്പാസിറ്റി നന്നായിട്ടുണ്ട്. അതാണ് അത് ഞാൻ ഇടാൻ വെച്ച എന്റെ മനസ്സിൽ ഇതൊക്കെ ലാൻഡ് ചെയ്തായിരുന്നു. വെച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് അവരിലേക്ക് അത് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞ? അത് എന്താണ്, ഞങ്ങൾ പാട്ട് എടുക്കലൊക്കെ പെട്ടെന്നിരിക്കും. ഇവര് ക്ലാസ് വിട്ട് ഒരു 5 മണി 4 മണിയുടെ ടൈമാണ്. ഞാൻ ചെന്നിട്ട് പാടാന്ന് പറയും, പാട്ട് യൂട്യൂബിൽ നോക്കും. പിന്നെ അറിയണ പാട്ട് ഞങ്ങൾ അധികം പാടല്. അറിയാത്താണെങ്കിൽ തലേദിവസം പറയും ഇത് പാടണം, യൂട്യൂബിലൊക്കെ കേട്ടോന്നൊക്കെ പറയും. അവർ പറഞ്ഞ അടിപൊളിയൊക്കെ കേൾക്കും, വരെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ സ്പ്ലിറ്റ് ആക്കണം എന്ന് വിചാരിച്ചിട്ടില്ല അത്. പിന്നെ ഈ ഹമ്മിങ് എന്തായാലും ഞാൻ പാടിയ കുളവും എനിക്കറിയാം. അപ്പൊ ഞാൻ ഇതേ പ്ലാനിങ് ചെയ്തു. അപ്പൊ ഹമ്മിങ് മാത്രം ഇട്ടാ പോരാ, പാട്ട് ശരിക്കുള്ള ഒറിജിനൽ സോങ് ഇല്ലേ അതേപോലെ തന്നെ മെയിലും ഫീമെയിലും എങ്ങനെയാണോ അതേപോലെ തന്നെ ഞങ്ങൾ സ്പ്ലിറ്റ് ആക്കി. എനിക്ക് വേണ്ടിട്ട് ഒരു സിംഗിൾ സോങ് പാടി തരുമോ? അങ്ങവാനക്കോണിലെ മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളിലെ ചോര കൺമുയൽ, ഇങ്ങ നീലത്തുരുത്തിലെ നീർപ്പരപ്പിൻ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളിലെ ആമ കുഞ്ഞനോ, ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിന്റെ പതുങ്ങിയല്ലോ, താരക്കോളത്തുള്ള ഒരാൾ ചേലക്കും വെറ്റില ചെല്ലത്തിരോ, ഊമിയപ്പാടെ മൂടും അത്രയും വെറ്റില ഇട്ടു വയ്ക്കാൻ കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴി പൂണ്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. കണ്ണ് വെക്കാതിരിക്കട്ടെ ആൾക്കാർ കേട്ടോ. ഇത്രയും നേരം ശ്വാസം പിടിച്ചല്ലേ അത് പാടിയത്. ഞാൻ അതിലെ രണ്ടാമത്തെ വരെ പോകുമ്പോ പോകും. ശ്വാസം പിടിച്ചാൻ പറ്റത്തില്ല. ഇതെങ്ങനെ കേട്ട് പഠിച്ചതാണോ കുഞ്ഞ്? ഇത് ഹിറ്റ് ആയതുകൊണ്ടാണ് ഈ പാട്ട് പഠിച്ചു വെച്ചേ. പഴയ പാട്ടൊക്കെ അറിയാവോ? പഴയ പാട്ടോ? അത് പിന്നെ അറിയത്തില്ലെന്നാണല്ലോ തലേ. നിങ്ങൾ ചേച്ചി കൊച്ചും കൂടെ വേറൊരു കോംബോ പാടിക്ക്, രസമുള്ളൊരു കോംബോ. നല്ല രസമുണ്ട്. ഈ ഇൻസ്റ്റയിൽ കുറെ ആളുകൾ ഇങ്ങനെ ചേച്ചി അനിയത്തിമാർ ഇങ്ങനെ ചെയ്യുന്ന കുറെ നോർത്ത് ഈസ്റ്റില്, അതായത് ആസാം അവിടെ കണ്ടുള്ള 2 പേരുണ്ട്. നല്ല രസം അവരുടെ. എന്ത് രസമാണെന്നറിയാവോ? നിങ്ങക്ക് ഭാവിയില് എന്താ പറയാ, ഇപ്പൊ ഒരു 5ാം ക്ലാസ് ഒക്കെ അല്ലായല്ലോ, നിങ്ങക്ക് പെട്ടെന്ന് നല്ല സെറ്റ് ആവാം. എന്ത് പറ്റി, ഇരിക്കാൻ പറ്റുന്നില്ലേ? പിന്നെ എന്നെ പ്രയാസം എന്നാ? വിഷമായോ എൻ്റെ അടുത്തിരുന്നിട്ട്? അന്നാ നമുക്കൊരു പാട്ട് പാടിയാലോ?
നിങ്ങളോട് പാട്ടല്ലാത്ത ഒന്നും എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല, അതല്ലേ? ഇത്രയും നിങ്ങളെ പോലുള്ള ആൾക്കാരെ കിട്ടിയിട്ട് ഞാൻ പാട്ടല്ലാണ്ട് എന്താ ചോദിക്കണ്ടേ? നിങ്ങൾ എൻ്റെ ഒരു നല്ല ഒരു ഡിവറ്റ് പാടിക്ക്. മതി. എന്ത് പറ്റിയേ? ഇങ്ങോട്ട് വാ, ഇവിടെ എൻ്റെ അടുത്തിരുന്നോ. വാ, എന്തോ ഭയങ്കര അസ്വസ്ഥതയൊക്കെ ഉണ്ട്. എന്നാ പറ്റിയേ? പിന്നെ എന്താ പറ്റിയെന്ന് പറ. എന്താ പറ്റിയ ചിരിക്കുന്നേ? നമുക്ക് അവരെ പാടി തോപ്പിക്കാവേ. നിങ്ങളൊരു ട്രൂപ്പ്, നിങ്ങളൊരു ഗ്രൂപ്പ്, ഞാനൊരു ഗ്രൂപ്പ്, അല്ലേ? നമ്മളിനി ഏതാ പാടാൻ പോകുന്നേ? ചേച്ചി പറയണ്ട, ഞങ്ങള് പഴയ പാട്ട്. ചേച്ചി കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? കുഞ്ഞിനേതാ അറിയാവുന്നേ? കുഞ്ഞിന് അറിയത്തില്ലേ? ഞാൻ വിടണോ? പാട്ട് വിടണോ? പാടിക്കോ, നമ്മള് റീൽസ് എടുത്ത് ഏതെങ്കിലും പാടിക്കോ. പൂവമ്മന്റെ പാടിക്കോ. നിങ്ങളൊക്കെ പോ. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ വേറെ ഉണ്ട്. നിങ്ങൾ റെഡി ആയിക്കോ. പ്രിയതരമേതോ നൊമ്പരം ആമ്പൽ പൂവേ നിൻ ചൊടിയിൽ അനുരാഗത്തിൻ പൂമ്പൊടിയോ അറിഞ്ഞുവോ മനമാലി നിൻ മനം കവർന്നൊരു രാധിക ഞാൻ ഒരായിരം മയിൽപ്പീലി തരാം വിരിഞ്ഞുവോ എൻ കാൺമനകൾ വൃന്ദാവനം രാഗസാന്ദ്രമായി യമുനേ നീ ഉണരൂ ഓലക്കുഴൽ വിളി കേട്ടോ രാധേ എൻ രാധേ കണ്ണൻ എന്നെ വിളിച്ചോ രാവിൽ ഈ രാവിൽ. നല്ല രസമുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവരെ കൊണ്ട് പാടിപ്പിക്കാം. ഒരു റെഡിയായിട്ടൊക്കെ നിൽക്കുന്ന നമുക്കാ പോയിന്റ് കൂടുതൽ ഇപ്പോഴും. പെരുന്നാൾ നിലാവ് കൊണ്ടൊരു മാൽ തീർത്ത സൈനബ, ഞാൻ അരളിമാല കൊണ്ടു നിന്നെ കെട്ടിയിട്ടാലോ. പെരുന്നാൾ നിലാവ് കൊണ്ടൊരു മാത്തീറ്റ കൈകളാൽ ഞാൻ അരളിമാല നിനക്ക് വേണ്ടി കോർത്തെടുത്തല്ലോ. ഇനി താരകങ്ങളെ തിരുസാക്ഷിയാക്കി ഞാൻ നിന്നെ ഇന്നു സ്വന്തമാക്കുമെന്റെ സൈനബ. ഓ സൈനബ അഴകുള്ള സൈനബ ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ. ഓക്കെ, അവർക്ക് കൈയടിക്ക്. അവര് നമ്മുടെയൊക്കെ കൈയടിച്ചായിരുന്നു. കണ്ടോ നമ്മള് എപ്പോഴും സ്പിരിറ്റ് വേണം. അപ്പുറത്ത് ഒരാൾ എന്തെങ്കിലും ചെയ്താല് അത് അഭിനന്ദിക്കാനുള്ളൊരു എന്ത് വേണം, നമ്മൾ അവരെ എപ്പോഴും അഭിനന്ദിച്ചിടും. നമ്മൾക്ക് നല്ലതെന്ന് തോന്നി എപ്പോഴും കൈവിട്ടി കൊടുക്കണം. ഓക്കെ അല്ലേ? ഇപ്പൊ ഹാപ്പി അല്ലേ? കക്ഷി അവിടെ ഇരുന്നിട്ട് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ക്ലാസ്സിൽ വൈറലായ രണ്ടുപേരെയും കുറിച്ച് പിന്നെ ടീച്ചേഴ്സ് ഒക്കെ എന്നാ പറഞ്ഞു പാട്ടൊക്കെ പാടി കേട്ടപ്പോ? ഓ, ഈ സൂപ്പർ ഉഗ്രൻ അല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ സ്റ്റുഡൻസ് ആണ് പറഞ്ഞത് കമന്റ് സെക്ഷനിൽ. ടീച്ചേഴ്സാ? ആ, ടീച്ചേഴ്സ് കമന്റ് ഇട്ടല്ലേ? ഞങ്ങളുടെ കുഞ്ഞിന് അങ്ങനെ ആരും ഇട്ടില്ലേ? ടീച്ചർ പറഞ്ഞിരുന്നു ഇനി ഇങ്ങനത്തെ സ്കൂളിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമ്പോ എന്താ പാട്ട് പഠിച്ച് പാടണം. അപ്പൊ ഇതുവരെ കുഞ്ഞൊന്നും പാടിയിട്ടില്ലായിരുന്നു സ്കൂളില്? ഈ റീൽസ് ആണോ നിങ്ങൾക്ക് ഫസ്റ്റ് പാടി തന്നെ? അയ്യോടാ, സ്കൂളിലൊന്നും പാടിയിട്ടില്ലായിരുന്നു അയാള്? ആഹാ. പിന്നെ സ്കൂളിൽ എന്തെങ്കിലും പരിപാടി വന്നാൽ നമുക്ക് പഠിച്ചൊക്കെ പാട്ട് പാടണം കേട്ടോ. പാട്ടൊക്കെ പഠിക്കാൻ പോക്കോ, അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. ഒന്ന് ട്രൈ ചെയ്യ്. ഇഷ്ടമല്ലേ പഠിക്കാൻ പോവാൻ? പാട്ട് പഠിക്കാൻ പോവാൻ ഇഷ്ടമല്ലേ? പറ, ആണെന്ന് പറ. ഈ കമന്റ്സിനകത്ത് പെങ്ങന്മാരാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മാമനും പെങ്ങന്മാരും. മാമനും മക്കളും. ഞാനും അതാണ് വിചാരിച്ചത്. ഞാൻ നിങ്ങളുടെ വീട് വരുന്നോളം വരെ ഞാൻ അങ്ങനെ
ഫുൾ ടൈം ഒരു ഇവിടെ ചിലപ്പോൾ ഞാൻ അവിടെ ഇരിക്കും. ഇവരെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അല്ല, ഇവരെയൊക്കെ നമുക്ക് വാതിലടച്ച് ഇട്ടാലോ, അവരെ ഗെറ്റ് ഔട്ട് പറഞ്ഞാലോ? അല്ലാണ്ട് കയറിപ്പോ ഞങ്ങളുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഔട്ട് കാണിക്കാന്ന് പറ. ആ ഇപ്പൊ നമുക്ക് നല്ല പവറാ. ലെറ്റ്സ് എൻജോയ്. ലെറ്റ്സ് എൻജോയ് എന്ന് പറയേ. ലെറ്റ്സ് എൻജോയ്. ലെറ്റ്സ് എൻജോയ് ഹാവ് ദ ഫൺ. അതുകൊണ്ട് ചിരിയൊക്കെ ഭയങ്കരമായിട്ട്. പിന്നെ ഇനിയിപ്പോ എന്താണ് നിങ്ങളുടെ ഈ ഇൻസ്റ്റാഗ്രാമിൽ വീണ്ടും വീണ്ടും പാട്ടുകൾ ഇട്ട് ഇവിടെ ഇങ്ങനെ വൈറലാവാനാണോ പ്ലാന്? അതെ. ഇതിനിടയ്ക്ക് എവിടെയൊക്കെ ഇന്റർവ്യൂ കിട്ടിയിട്ട് എന്തൊക്കെ പറഞ്ഞു? കോഴിക്കോട് ഇട്ടായിരുന്നു. ആ എന്ത് പറഞ്ഞു അവരൊക്കെ? അവര് ഫ്യൂച്ചറിൽ ഒരു ബാൻഡ് തുടങ്ങാൻ പറഞ്ഞു. അന്നേരപ്പോ നിങ്ങൾ എന്ത് പറഞ്ഞു? ഞങ്ങള് ഒറ്റയ്ക്ക് ഇരുന്ന് ഫോണില് ഇൻസ്റ്റയിലൊക്കെ ഇട്ട് വൈറലാവാന്നോ. ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ടോ? ഞാൻ തുടങ്ങി കൊടുത്തിട്ടുണ്ട്. തുടങ്ങി കൊടുത്തു. ഓ സമാധാനം. ഫുൾ സപ്പോർട്ട് സിദ്ധാർത്ഥന്റെ വക. വീട്ടിൽ ആരൊക്കെ ഉണ്ട് പറ? അച്ഛൻ, അമ്മ, അച്ഛമ്മ, 4 ചേച്ചിമാര്, 2 ഏട്ടന്മാര്, പിന്നെ അപ്പമ്മ, അപ്പച്ച, കൊച്ചച്ഛൻ, കൊച്ചമ്മ, വല്യമ്മയും വല്യച്ഛൻ. ഞാൻ പഞ്ചായത്ത് കൊച്ചച്ഛന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഞാനും കിടുങ്ങിപ്പോയി. അച്ഛൻ അമ്മ അതൊക്കെ ഓക്കെ, പിന്നീട് വരുന്നതൊക്കെ കേട്ടോ. ഞാൻ കൊച്ചന്റെ വീട്ടിലാണോ നിക്കുന്നേ? അതെന്താ ഇവിടെ നിക്കുന്നേ? അത് അച്ഛമ്മക്ക് ശ്വാസമുട്ടായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നു. ഓ അപ്പൊ എല്ലാരും ഇങ്ങോട്ട് വന്നതാണല്ലേ? അയ്യോ എല്ലാരും ഒക്കെ ഉള്ളപ്പോ ഭയങ്കര രസമായിരിക്കും അല്ലേ വീട്ടില്? എപ്പോഴും ഫണ്ണാണോ? എന്ത് പറ്റി? ആളപ്പടി ഗ്ലൂമിയാണല്ലോ, പക്ഷെ പാട്ട് പാടാൻ ഭയങ്കര ഇതാണല്ലോ. എന്റെ കയ്യൊന്നും തിരിക്കണ്ട, നെർവസ് ആവണ്ട, ചേച്ചിയെ കണ്ടിട്ട് ടെൻഷൻ ആവണ്ട. എന്നാ എന്തിനാ മടി? അത് മടിയെന്നല്ലല്ലോ ഞങ്ങള് പറയുന്നത്. അപ്പം ഈ വീട്ടിലൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുവോ പാട്ടൊക്കെ? കുഞ്ഞാവ് പ്രാക്ടീസ് ചെയ്യുവോ? ആ കുഞ്ഞാവ് എന്നൊക്കെയാ പ്രാക്ടീസ് ചെയ്യുന്നേ? പാട്ട്. അതെന്ത് പാട്ടൊക്കെയാ? ഹിന്ദി പാട്ടൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? അവര് പറയാ നുണയാ പറയുന്നതെന്ന്. അവര് കൊച്ചിനെ കളിയാക്കുവാ. ഞാൻ പാട്ട് പാടാൻ വേണ്ടിട്ട് ചെല്ലും, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ചെല്ലും. ആളെ കിട്ടും. ആളെന്തേലും സാധനങ്ങൾ കണ്ട് അങ്ങോട്ട് പോകും. ഞാൻ പൂ എടുത്തിട്ട് വരാനാണ്ട് പോകും. ഞാൻ മുല്ലപ്പൂ എടുക്കാൻ അവിടേക്ക് പോകും. എന്നെ ഫോൺ എടുത്ത് അങ്ങോട്ട് പോകും. എന്റെ ഞങ്ങൾ 2 ഫോൺ കൊണ്ട് പോകാൻ. ഞാൻ ഒന്ന് കരോക്കെ വെക്കാൻ ഒരു ഫോണും പിടിപ്പിക്കാൻ ഒരു ഫോണും ഉണ്ട്. മറ്റേ ഫോൺ ഇയാളെ കയ്യിലിരിക്കും. ഷോർട്സ് ഇങ്ങനെ ഫുൾ ഷോർട്സ്. അമ്മയുടെ അച്ഛന്റെ പേര് പറഞ്ഞില്ലല്ലോ. അമ്മയുടെ പേര് സൗമ്യ, അച്ഛന്റെ പേര് ദിനേശ്. അവർക്കൊക്കെ എന്താ പണി? അച്ഛന് പെയിന്റിങ്, അമ്മ ഹൗസ് വൈഫ്. കുഞ്ഞാവെ ചേച്ചി ചാടി ചാടി പറയുന്നു കുഞ്ഞാവ് സ്കോർ ചെയ്യും. കുഞ്ഞാവ് എന്തെങ്കിലും സ്കോർ ചെയ്യും. എന്നോട് എന്റെ പേരെങ്കിലും ചോദിക്കാം അറ്റ്ലീസ്റ്റ്. എന്റെ പേര് ശരണ്യ. പേരെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അത് ചേച്ചി പറഞ്ഞല്ലേ, സ്വന്തമായിട്ട് ഇട്. ആ സൂപ്പറാണേ. അത് മാർഷൽ, ഇത് അഖിൽ. ഓക്കെ ഒരു ഹായ് എടുത്തേനെ. അയ്യോ കണ്ടുപിടിച്ചതാ കൊച്ചി, കണ്ടുപിടിച്ചു വന്ന ചോദ്യം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സിദ്ധാർത്ഥന്റെ വീട്ടിലാരൊക്കെ ഉള്ളേ? അച്ഛനമ്മ ചേച്ചി കുട്ടിക്ക്. ആ കുഞ്ഞാവ ഞാൻ കണ്ടായിരുന്നു. ആ ഇനി അതിനെ പിടിച്ച് കൊണ്ടുവരുമോ റീൽസില്? എന്റെ ഫ്യൂച്ചറിൽ വെക്കാനുള്ള വന്നത് തന്നെയാണ്. ഓ ദൈവമേ, റീൽസ് കുടുംബത്തിലേക്കാണല്ലോ ഞാൻ ജനിച്ചത്. 90 കഴിഞ്ഞോട്ടെ എന്ന് കുഞ്ഞാവ. ഉറങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് പാട്ട് കേൾക്കണം. ഓ അങ്ങനെ അമ്മയും ചേച്ചിയൊക്കെ പാടും. അപ്പൊ ഓരൊക്കെ എന്തായാലും. കുഞ്ഞാവേനെ ഇവർ രണ്ടുപേരും കഷ്ടപ്പെടുത്തുവാണോ? ഇന്റർവ്യൂ എടുക്കുക, എപ്പോഴും വന്ന് പാട്ട് പാട് അല്ലേ? എപ്പോഴും കഷ്ടപ്പെടുത്തുവല്ലേ? മൂടുള്ളപ്പോ എന്നാ വരാൻ പറയാൻ മേലായിരുന്നോ? കുഞ്ഞാവ് കളിക്കാൻ പോകാൻ പറ്റുന്നില്ല ഇപ്പൊ, അതുകൊണ്ട് ഷോടാ. കൊച്ചിനെ കളിക്കുന്ന സമയം കൊണ്ട് റീൽസ് എടുക്കുവാണല്ലേ? ബാലപീഡനമാണ്, ബാലപീഡനം. കൊച്ചിനെ ഇട്ടുണ്ട് കണക്കിന് കഷ്ടപ്പെടുത്തുന്നത്. നമുക്കൊരു പാട്ട് പാടിയാലോ? ആന്ന് പറ. എനിക്ക് പറഞ്ഞതാ, എന്നെ ഒരു പാട്ട് പഠിപ്പിച്ചതാ. മിന്നും പൊന്നും വേണ്ടാതെ ഉണ്ണിക്കാളി പെണ്ണവൾക്ക് ആരിരാരും വേണ്ടാന്ന് പാൽ തുറക്കും ചക്കര
അരച്ചു പായസങ്ങൾ വേണ്ടാന്ന് വെള്ളിയരഞ്ഞാൻ വെട്ടും കാണാൻ വെള്ളിക്കെട്ടിയ വാൾ വേണം അച്ഛനോളം ചേർന്നു പോകും ആ കുറുമ്പിൻ തുണ്ടാണ് അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി. ഇപ്പൊ സൂത്രം കാണിച്ചു തരാവേ. അച്ഛനോ മനമോളാണ് പെണ്ണാണ് അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ്. എൻ്റെ മൊബൈലിൻ്റെ റിംഗ് ടൂണാ. ഞാൻ ഭയങ്കര അച്ഛനെ ഭയങ്കര ഇഷ്ടമുള്ള ആളാ. അപ്പോൾ ഞാൻ അച്ഛൻ്റെ ഉണ്ണിമോളാ. അപ്പോൾ ഇത് പാടി തന്നപ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലായി. അപ്പോൾ ഇത് ഈ പാട്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എനിക്ക് ഭയങ്കര ഗിഫ്റ്റായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇമോഷണലായി, ഭയങ്കര ഹാപ്പിയായി. കേട്ടോ, താങ്ക് യു. നിങ്ങളെല്ലാം 3 പേരും കൂടി നല്ലൊരു പാട്ട്. ആദ്യം മുതലൊരു പാട്ട് പാടാന്ന് പറഞ്ഞായിരുന്നല്ലോ. അതന്നെ, ഞാൻ പൂവമ്പൻ എന്ന് പാടിയിട്ടേ പോകുന്നുള്ളൂ. പൂവമ്പൻ എന്ന് പാടി നമുക്ക് എനിക്ക് വേണ്ടിയിട്ട് എന്താണേലും ഭയങ്കര വലിയ എനിക്ക് വേണ്ടിയിട്ട് വലിയ ഗിഫ്റ്റാ തന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ കേട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പൊ പാടിയേക്കാം. 1 2 3 സ്റ്റാർട്ട്. പൂവമ്പനെ ഒളിച്ചു വെച്ചൊരു കരിമ്പു വിളക്കപ്പാടത്തലവാ വാളെടുത്തു വിശല ഞാനത് മുരിക്കും പൂവാക്കും അല്ലിമലക്കുളക്കടവിലെ അരുതി പെണ്ണുങ്ങൾ കണ്ടുപിടിക്കും നാട്ടു നടപ്പൊട്ടവർ നമ്മുടെ കെട്ട് നടപ്പാക്കും എന്തെല്ലാം പാടിയിട്ടും മിണ്ടാതെ മിണ്ടിയിട്ടും മിണ്ടിയില്ല നീ എന്നിട്ടും നീ എന്തേ ചിമ്മി ചിമ്മി മിന്നി തിളങ്ങുന്ന വാരുളി കണ്ണലക്ക് പൂവാരശ പൂത്ത കണക്കലിയൽ ജനചേലനക്ക് നട നടക്കണ്ട തെയ്യം മുടിയടിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല്. എന്നെ നോക്കിയാ പാടിയെന്ന് മനസ്സിലായി. താങ്ക് യു. അയ്യോ പറഞ്ഞു പറയിപ്പിക്കണ്ട. ബ്യൂട്ടിഫുൾ എന്ത് പറഞ്ഞു? ഈ ചേച്ചിനെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. എന്നെ കണ്ടിട്ടുണ്ടോ കുഞ്ഞാവാ? എവിടെ? ഇപ്പൊ ഇവിടെ വന്നപ്പോ അന്ന് മാത്രം പറയരുത്. എവിടെ വെച്ചാ കണ്ടേക്കുന്നേ? ഞാൻ അന്നേ പറഞ്ഞു കണ്ടിട്ടില്ലേ? ഞാൻ ഇൻസ്റ്റയിൽ കണ്ടു. കാണാറുണ്ടോ? ഓക്കെ. അപ്പം ഞങ്ങളോട് കുറച്ച് നേരം ഇരുന്നതിന്, നിങ്ങളുടെ സമയം ചെലവാക്കിയതിന് നിങ്ങളോട് എല്ലാവർക്കും, നിങ്ങൾ നന്നായിട്ട് പാടുന്നുണ്ട്. നിങ്ങളൊരു നല്ല കോംബോയാണ്. അവർ പറഞ്ഞതുപോലെ നിങ്ങൾ എന്താണെങ്കിലും എൻ്റെ ഇൻ്റർവ്യൂ ഔട്ട് ഇറങ്ങുമ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്കൊരു അവസരം ഉറപ്പായിട്ടും എത്തും. എനിക്ക് നല്ല 100% ഷുവർ ഉണ്ട്. കുഞ്ഞാവ് അപ്പോഴത്തേക്കും കുറച്ചുകൂടെ പാട്ട് പഠിക്കാൻ പോകണം. വേറെ ഒന്നും ഉണ്ടല്ലോ, കുഞ്ഞാവയ്ക്ക് ഇഷ്ടമല്ലേ? കുറച്ച് മുല്ലപ്പൂ ഒക്കെ പെറുക്കുന്ന സമയം കൊണ്ട് ഒരു പാട്ടൊക്കെ കേക്ക് കേട്ടോ. അപ്പൊ താങ്ക് യു ചേച്ചി. എന്തോ കടുങ്ങ സ്കൂളത്തെ എല്ലാ കുട്ടികൾക്കും ടീച്ചർമാർക്ക് ഒരു ഹായ് കൊടുക്കണം. അയ്യോ കൊടുക്ക അങ്ങോട്ട്. അല്ല ചേച്ചി ഞാൻ കൊടുക്കണോ? അതെന്തിനാ എനിക്ക് ടാസ്ക് ഒക്കെ? ഓക്കെ ഓക്കെ, ഞാൻ കൊടുക്കാവേ. കടുങ്ങപുരം. ഇത് നിങ്ങൾ പഠിക്കുന്ന സ്കൂളാണ്. ഇപ്പൊ ഇവരെന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കടുങ്ങപുരം സ്കൂളിലെ എന്ത് സ്കൂളാ? LP സ്കൂളോ? കടുങ്ങപുരത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും കുട്ടികൾക്കും എന്നോട് ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു ഹായ് കൊടുക്കണമെന്ന്. ഹായ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഹായ് പറഞ്ഞേര്. ഹായ്.